ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിക്കൊപ്പം മുഖ്യമന്ത്രി നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടുന്ന സർക്കാർ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഒരു മുതിർന്ന നേതാവിനെ നോട്ടീസ് പോലും നൽകാതെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തത് ഭരണകൂട ഭീകരതയാണെന്നും ഇത്തരം തറവേലകൾ കൊണ്ട് പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാമെന്ന് ആരും കരുതേണ്ട എന്നും അദ്ദേഹം പറയുകയാണ്. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരോടും താൻ ആഹ്വാനം ചെയ്യുന്നു എന്ന് കൂടി സതീശൻ ഇവിടെ വ്യക്തമാക്കുന്നു. ഈ ചിത്രം കണ്ടാൽ എന്ത് കലാപമാണ് ഇവിടെ ഉണ്ടാവുക എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ചിത്രം പങ്കുവെക്കുന്നവരെല്ലാവരെയും അറസ്റ്റ് ചെയ്യാനാണ് ഭാവമെങ്കിൽ എല്ലാവരുടെയും ജയിലിൽ അടയ്ക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെയും മറ്റ് ഉന്നതരുടെയും അധിക്ഷേപിക്കുന്ന കാർഡുകൾ ദിവസവും നിർമ്മിക്കുന്നത് CPMന്റെ സൈബർ സംഘമാണ്. തനിക്കെതിരെ മാത്രം ദിവസവും 10ഓളം കാർഡുകളാണ് അവർ ഇറക്കുന്നത്. അവർക്കെതിരെ നടപടിയെടുക്കാത്ത പോലീസ് പൊതുയിടത്തിൽ ലഭ്യമായ ഒരു ചിത്രം പങ്കുവച്ചതിന്റെ പേരിൽ കേസെടുക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം സർക്കാരിനെതിരായ പാരഡി ഗാനം നിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ ആ പാട്ട് ലോകം മുഴുവൻ ഹിറ്റായ കാര്യം സതീശൻ ഓർമ്മിപ്പിച്ചു. പോലീസിനെ ഉപയോഗിച്ച് സത്യം മൂടിവെക്കാൻ ശ്രമിക്കുന്തോറും അത് കൂടുതൽ കരുത്തോടെ പുറത്തുവരുമെന്നും അദ്ദേഹം പരിഹസിച്ചു. മുൻപ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ സമാനമായ ആരോപണം വന്നപ്പോൾ നേതാക്കൾക്കൊപ്പം നിൽക്കുന്നവർ പ്രതികളായാൽ നേതാക്കൾ ഉത്തരവാദികളല്ല എന്ന മാന്യമായ നിലപാടാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ താൻ സ്വീകരിച്ചത്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടാൻ മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകുകയാണെന്നും കേരളത്തിലെ ഒരു പ്രതിപക്ഷ നേതാവും ചെയ്യാത്ത മാന്യത താൻ കാണിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഒരു രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുതിർന്ന നേതാവുമായ സുബ്രഹ്മണ്യനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള അതിക്രമമാണെന്നും ഇതിനെ രാഷ്ട്രീയമായി നിയമപരമായിട്ടും നേരിടുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇത്തരം നാടകങ്ങൾക്ക് പിന്നിലെന്നും ഭീഷണി ഇങ്ങോട്ട് ഇറക്കണ്ട എന്നും സതീശൻ മുന്നറിയിപ്പ് നൽകുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. എന്ത് കലാപമാണ് അതിൻ്റെ അകത്ത്? എന്ത് കലാപമാണ്? എന്ത് കലാപമാണ്? ആ പാട്ട് കണ്ട് കലാപമുണ്ട്, ആ ചിത്രം കണ്ട് ഞാൻ പറയരുത്, അത് തന്നെ പറയാം. അത് അവരുണ്ടാക്കുമല്ലേ, കേസ് ഉണ്ടാക്കുമല്ലേ. ആ കേസ് നിൽക്കൂല, അത് കോടതി എടുത്ത് ചവറ്റോട്ടയിൽ എറിയുന്നു കണ്ടപ്പോഴല്ലേ പിന്നെ നടപടി എടുക്കണ്ടെന്ന് തീരുമാനിച്ചത്. ഇവർക്കൊക്കെ നിയമോപദേശം കൊടുക്കുന്നവര് ഒരു നല്ല നമസ്കാരം. അതല്ല, ശരിയല്ലല്ലോ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാ. അതൊരു മുതിർന്ന നേതാവല്ലേ, അതിൽ ഞങ്ങളുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമല്ലേ, KPCC ഭാരവാഹിയൊക്കെ ആയിട്ടിരുന്ന ഒരാളല്ലേ, ഒരു മുതിർന്ന ആളെ. എത്ര പേരാണ് ഈ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം ചെയ്യുന്നത്? AI വെച്ചിട്ട്, AI ടൂൾ വെച്ചിട്ട്. ഏറ്റവും കൂടുതൽ CPM ആണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾക്കെതിരായിട്ടുള്ള അധിക്ഷേപം. എല്ലാ ദിവസവും എനിക്കെതിരെ 10 കാർഡ് ഇറങ്ങുന്നത്, 10 കാർഡ്. അത് അവരുടെ സൈബർ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾ ഇവിടെ വന്ന് പറവൂര് വന്ന് പ്രസംഗിച്ചാണ്. ഇയാൾക്കെതിരെ 10 കാർഡ് ഇറക്കും, അത് മുഴുവൻ നിങ്ങൾ പ്രചരിപ്പിച്ചോളണം. പേരൊന്നും പറയണ്ടല്ലേ ആരാ ചെയ്തതെന്ന്. അത് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെ ചെയ്ത് ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ഇവരിറക്കുന്നതൊന്നും അല്ല പ്രശ്നം. അങ്ങനെയല്ല, പോലീസ് അറിയാതെ കേസെടുക്കുക, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ കേസെടുക്കുക. എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അത് നാണം കെട്ടപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന്. അത് മുഴുവൻ വാർത്തയൊന്നും വന്നിട്ട് അനങ്ങിയില്ലല്ലോ. 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി അറിഞ്ഞത് ഇതിന്റെ അകത്ത് കേസെടുക്കാൻ പോയെന്ന് പറഞ്ഞു. ഇതിന്റെ അകത്ത് എന്തിനാ കേസെടുത്ത് അല്ല വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത്? അങ്ങനെ എത്ര CPM ഇപ്പൊ ജയിലിലാണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരായിട്ട്. എത്ര ഇന്നിറക്കി എങ്ങനെ കാടി ഞാൻ കാണിച്ചത്? രാവിലെ 10 മണിയാകുമ്പോഴേക്കും ഒരു 4-5 ഇറക്കും എനിക്കെതിരെ എല്ലാ ദിവസവും. ഞങ്ങളൊക്കെ അത് കണ്ട് ആസ്വദിക്കും. ഞങ്ങൾക്കൊന്നും ഭയമൊന്നുമില്ല. അത് കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ കൂടെ ഇത് വിചാരിക്കുമെന്ന്. എന്തെല്ലാം ഇറക്കുന്നത്? ഞങ്ങളിത് ചെയ്യാൻ പറയും. മുഖ്യമന്ത്രി ആളുടെ കൂടെ നിൽക്കുന്ന പടം ഞങ്ങൾ ഇടാൻ പറയും. അങ്ങനെയൊന്നും ഞങ്ങളെ പേടിപ്പിക്കണ്ട, അങ്ങനെ ഭയപ്പെടുത്തണ്ട. ഞങ്ങളെല്ലാവരും ഇടാൻ പോകും. ആ പടം ഇടാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആളുകൾക്ക് അറിയാൻ പറ്റും ഇത് AI ആണോ അല്ലാത്തതാണോ. എന്തായാലും ഒരു ചിത്രം ഉണ്ടല്ലോ അപ്പൊ നമുക്കറിയാൻ പറ്റും ഇത് AI വെച്ച് ചെയ്തിരിക്കുന്നതാണോ അല്ലേന്ന്. ഇപ്പൊ ചിത്രം ഉണ്ടല്ലോ, ചിത്രം സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ. ആ ചിത്രം ഇതും തമ്മിൽ എന്തായാലും വ്യത്യാസം. അടുത്തൊന്നും സംസാരിക്കണില്ല, അടുത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ അവിടെ വെച്ച്. ഞങ്ങൾ അതുകൊണ്ട് മുഖ്യമന്ത്രി സ്വർണ്ണക്കള്ള കേസിൽ പ്രതിയാണ് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ മന്ത്രി റിയാസിനെതിരായിട്ട് ഒരു ആരോപണം വന്നു. ഒരു വ്ളോഗറിനെ ടൂറിസം കൊണ്ടുവന്നു ഇവിടെ. എന്നിട്ട് ആ വ്ളോഗർ പിന്നീട് അവർ സ്പൈ ആണെന്ന് കണ്ടുപിടിച്ചു. ഭയങ്കര ആക്ഷേപം സോഷ്യൽ മീഡിയയിൽ. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മന്ത്രിയെ കുറ്റക്കാരനാക്കില്ല എന്ന്. കാരണം അവർ സ്പൈ ആണെന്ന് അറിഞ്ഞിട്ടാണോ ടൂറിസം മന്ത്രി അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ടൂറിസത്തിന് വേണ്ടി വ്ളോഗറാക്കിയത്?
അല്ലല്ലോ. നമ്മുടെ കൂടെ നടക്കുന്ന ആളുകൾ, നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കുന്ന ആളുകൾ നാളെ ഏതെങ്കിലും കേസ് പ്രതിയായി നമ്മളെങ്ങനെ ഉത്തരവാദിയാണ്? ഞാനൊന്ന് പ്രൊട്ടക്ട് ചെയ്യാണ് ഇത്. അന്ന് ആ വിവാദം അവസാനിച്ചു. കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവും ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്തത്. ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു. മന്ത്രിക്കെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നത് ശരിയല്ലേ? അന്ന് ആ ആക്ഷേപം അവസാനിച്ചു. സോഷ്യൽ മീഡിയയിൽ പിന്നെ ആരും മന്ത്രിക്കെതിരെ എഴുതിയില്ല. ഞങ്ങൾ അതുപോലത്തെ തറവേലകൾക്കൊന്നും ഞങ്ങൾ പോകത്തില്ല. ഞങ്ങൾ രാഷ്ട്രീയമായി എതിർക്കും. ഭരണപരമായ തെറ്റുകളെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഇത് എന്താന്ന് വിചാരിച്ചത്? കേരളം മുതിർന്ന ആളുകളെ ഞങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഞങ്ങൾ പേടിച്ചു വന്ന, ഞങ്ങളെല്ലാം പേടിച്ചു മാളത്തിൽ വിളിക്കുന്ന വിചാരിച്ചത്. അത് പാട്ട് നിരോധിക്കാൻ പോയപ്പോൾ കണ്ടല്ല, പാട്ടിനെതിരെ കേസെടുത്തപ്പോൾ കണ്ടല്ല. ആ പാട്ട് ഇപ്പോൾ ലോകത്ത് എല്ലായിടത്തും പാടിക്കൊണ്ടിരിക്കുക. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത്? നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? മുഖ്യമന്ത്രിയുടെ പടം ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുക, അറസ്റ്റ് ചെയ്യുക. 20 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച CPM നേതാവിനെ അവൻ ജയിലിൽ കിടന്ന് 1 മാസം തികയുന്നതിന് മുമ്പ് പരോളിൽ വിട്ട സർക്കാരാണിത്. കൃഷ്ണൻപോറ്റിയുടെ കൂടെ പടം എടുക്കുന്നത് കുറ്റകൃത്യമൊന്നുമല്ലല്ലോ. ഉണ്ണികൃഷ്ണൻപോറ്റിയും മുഖ്യമന്ത്രിയും കൂടിയുള്ള പടം ഉള്ളപ്പോൾ അതിന്റെ പേരിൽ ആ പടം സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അത് സോണിയാഗാന്ധിയെതിരായിട്ടുള്ള വ്യാപകമായ കള്ളപ്രചരണം നടത്തിയതിന്റെ മറുപടിയായിട്ടാണ് അദ്ദേഹം ഇട്ടത്. അതിനൊരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുക. ഞാൻ ചോദിക്കട്ടെ, എത്ര വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട് CPM സൈബർ സെല്ലുകൾ എത്ര വലിയ കടന്നാക്രമണമാണ് നടത്തുന്നത്? പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായിട്ട്, ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചൂമ്മനെതിരായിട്ട്, ഞങ്ങൾക്ക് എല്ലാം എതിരായിട്ട്, രാഹുൽ ഗാന്ധിക്കെതിരെ, പ്രിയങ്ക ഗാന്ധിക്കെതിരെ, എനിക്കെതിരെയൊക്കെ എത്രയോ വ്യക്തിപരമായ ആക്രമണങ്ങളാണ്. ഞങ്ങൾ കൊടുത്ത പരാതികളിൽ പോലും ഇതുവരെ ഒരു കേസെടുത്തിട്ടില്ല. കേസെടുക്കാൻ പറ്റില്ല എന്നാണ് അറിയിക്കുന്നത്. കേസെടുക്കാൻ പറ്റില്ല. ലൈംഗിക ചുവയുള്ള ആരോപണങ്ങൾ വരെ പറയുകയാണ്. അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയാണ്. പിന്നെ AI ടൂൾ ഉപയോഗിച്ച് ആദ്യമായിട്ടാണോ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന? ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്ന CPM ആണ്. കഴിഞ്ഞ ആഴ്ച വയനാടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ, പ്രിയങ്ക ഗാന്ധിയുടെ, എന്റെ, KC വേണുഗോപാലിന്റെ, രമേശ് ചെന്നിത്തലയുടെ ഒക്കെ AI ടൂൾ ഉപയോഗിച്ച് ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അതിട്ട CPM നേതാക്കന്മാരെ, CPM ആളുകളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യോ? നിങ്ങൾ നടപടിയെടുക്കുക. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത്? നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? നിങ്ങളുടെ അവസാനത്തെ കാലഘട്ടമാണിത്. നിങ്ങളുടെ ഭരണത്തിന്റെ അതിന്റെ അഹങ്കാരമാണ് നിങ്ങൾ കാണിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ പടം ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുക, അറസ്റ്റ് ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക, ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ. എന്നിട്ട് പോലീസ് ജീപ്പിന് ബോംബറില്ല. CPM നേതാവിനെ 20 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച CPM നേതാവിനെ അവൻ ജയിലിൽ കിടന്ന് 1 മാസം തികയുന്നതിന് മുമ്പ് പരോളിൽ വിട്ട സർക്കാരാണിത്. പരോളിൽ വിട്ട സർക്കാർ. പോലീസ്, നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയല്ലേ നിങ്ങൾ പോലീസിന്റെ ചുമതലയുള്ള മന്ത്രിയല്ലേ? എന്നിട്ട് ആ പോലീസുകാർക്കെതിരെ അവരെ കൊല്ലാൻ വേണ്ടി ബോംബെറിഞ്ഞതിന് കോടതി 20 കൊല്ലം ശിക്ഷിച്ച CPM നേതാവിനെ 1 മാസം അവൻ ജയിലിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പരോളിലിറക്കിയില്ലേ? എന്താ നിങ്ങളുടെ ഭരണം? നിങ്ങളുടെ DIG കൈക്കൂലി മേടിച്ച് എല്ലാവർക്കും പരോൾ കൊടുക്കുകയല്ലേ? അതിന്റെ ഷെയർ വേറെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ കൈപ്പറ്റുമല്ലേ? TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടിക്കൊന്ന ക്രിമിനലുകൾ മുഴുവൻ പുറത്തല്ലേ? ലഹരി മരുന്ന് മാഫിയയ്ക്ക് നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കുകയല്ലേ? നിങ്ങളുടെ ജയിലിൽ നിങ്ങൾ കഞ്ചാവും ഡ്രഗ്സും എത്തിച്ചു കൊടുക്കുകയല്ലേ? പോലീസിന്റെ സഹായത്തോടുകൂടി, ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി. എന്നിട്ട് മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന ആളുകളെ രാത്രി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാം. പേടിപ്പിക്കാനൊന്നും വരണ്ട. ഞങ്ങളെ അത്രയൊന്നും ആയിട്ടില്ല. ഞങ്ങൾ പേടിപ്പിക്കാനൊന്നും വരണ്ട. അങ്ങനെയൊന്നും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ UDF പിന്തിരിഞ്ഞു പോവില്ല.